മേപ്പാടി ടൗണിൽ നിന്ന് പെട്ടിക്കടകൾക്കിടയിലൂടെ പോകുന്ന ഒരു ചെറിയ റോഡിലേക്ക് കയറിയാൽ എലുമ്പിലേരി എസ്റ്റേറ്റിലെത്താം. ഏകദേശം 4 കിലോമീറ്ററോളം പോയാൽ അല്പം നിരന്ന സ്ഥലമെത്തും. ഒരു കാത്തിരിപ്പ് കേന്ദ്രവും അതിനോട് ചേർന്നൊരു ചെറിയ പെട്ടിക്കടയും. നിന്ന് മുകളിലോട്ട് പോകാൻ 4 വീൽ ഡ്രൈവ് ജീപ്പ് തന്നെ വേണം കേട്ടോ. പാറക്കെട്ടുകൾക്കിടയിലൂടെ താളം തുള്ളി കാട്ടരുവി ഒഴുകി വരുന്നുണ്ട്. ഉരുണ്ട പാറക്കല്ലുകളിൽ വീണ് വെള്ളം പാൽ പോലെ ചിതറുന്നു. പഴയൊരു പാലം കടന്നാണ് റോഡ് കുന്നുകയറുന്നത്. പാലത്തിന്റെ കൈവരിയിൽ നിന്നാൽ പാറക്കെട്ടിലൂടെ ഊർന്നൊരുങ്ങി വരുന്ന വെള്ളം പാലത്തിനിടയിലൂടെ കുന്നിറങ്ങി പോകുന്നത് കാണാം. അവിടെ നിന്ന് കയറി ചെല്ലുന്നത് എലുമ്പുരയിലെ സ്വകാര്യ റിസോർട്ടിലേക്കാണ്. പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറുന്ന വെള്ളത്തിന്റെ ഇരമ്പിലും ചീവീടുകളുടെ കരച്ചിലും ചേർന്ന് പ്രകൃതിയുടെ അതിമനോഹര ദൃശ്യത്തിന് പാശ്ചാത്തല സംഗീതം നൽകുന്നു. അരുവി കുറുകെ കടക്കാൻ കെട്ടിയ പാലത്തിലൂടെ നടക്കുമ്പോൾ ഉൾവനത്തിന്റെ കുളിരും പേറി വരുന്ന ജലവും കണ്ട് മനസ്സിനെ കോരിത്തെരിപ്പിക്കും. മാലിന്യത്തിന്റെ ലാഞ്ചന പോലുമില്ലാത്ത തെളിനീര് ആർത്തുല്ലസിച്ച് സമതലം തേടിപ്പോകുന്നു. കാർമേഘവും കോടയും കടന്ന് സൂര്യപ്രകാശം ഇവിടേക്ക് എത്താൻ അല്പം മടിച്ചു. വൻമരങ്ങൾ കുടപിടിക്കുക കൂടി ചെയ്തതോടെ ഉച്ചതിരിഞ്ഞപ്പോൾ ഇരുട്ട് പരക്കാൻ തുടങ്ങിയതുപോലെയായി. വിജനവും ഉൾക്കാടിന്റെ പ്രതിനിധിയും ആയിരുന്നു അവിടെ മുഴുവൻ. മഴ പെയ്താൽ കുന്നിറങ്ങിപ്പോകുന്നത് കൂടുതൽ ദുഷ്കരമാകും. അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എലുമ്പുലേരി എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിരക്കുകളിൽ നിന്നും ജോലി തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടം കൂടിയാണ് ഈ എസ്റ്റേറ്റ്. ഇവിടുത്തെ കാറ്റിന് എപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ അരുവി കടന്നു വരുന്നതിനാലായിരിക്കാം ആ തണുപ്പ് കൂടി വരുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സമാധാനത്തോടു കൂടി പല ഗെയിംസുകളും കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെസ്സും ടേബിൾ ടെന്നീസും പോലുള്ള മനോഹരമായ ഗെയിംസുകൾ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പാറകൾ വിരിച്ച ഈ വഴിയിലൂടെ കടന്നു ചെല്ലുന്നത് മറ്റൊരു പ്രദേശത്തേക്കാണ്. ടെൻറ്റുകളും മറ്റും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രീ ഹൗസുകളും മറ്റ് റിസോർട്ടുകളും ചെറിയ ചെറിയ വില്ലാസുകളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടെൻറ്റ് കെട്ടി താമസിക്കുകയോ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുകയോ ഉള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു ഗ്ലാസ് കാപ്പിയും കുടിച്ച് ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേകതര സുഖമായിരിക്കും. മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേകതരം കഴിവുണ്ട് ഈ സ്ഥലത്തിന്. തന്നെ അഭികാമ്യമാണ്. ആയതിനാൽ ഞങ്ങൾ പോയ ജീപ്പിൻ്റെ ഉടമസ്ഥനായ അലീക്കയുടെ നമ്പർ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എസ്റ്റേറ്റിൻ്റെ മുകൾ ഭാഗം വരെ പോകുന്നതിന് പ്രത്യേകതരം പാസുകൾ ഒന്നും ആവശ്യമില്ല. എന്നാൽ അവിടെ താമസിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ റൂമുകൾ ബുക്ക് ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് വയനാടൻ ഫിയസ്റ്റ സൈനിങ് ഓഫ്.